തൃപ്പൂണിത്തുറ ടെർമിനൽ മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. തൃപ്പൂണിത്തുറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ. നിങ്ങൾക്ക് ബോർഡ് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ബോർഡ് കണ്ടില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 40 രൂപയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കയറിയതാണ്. 40 രൂപയായിരുന്നു ഒരാൾക്ക്. 40 രൂപയ്ക്ക് ആലുവ വരെ 1 മണിക്കൂർ കൊണ്ട് എത്താം. 1 മണിക്കൂർ എത്താൻ പിടിക്കില്ല, 5 മിനിറ്റ് കുറവാണ്. 55 മിനിറ്റ് മതി. സുഖമായിട്ട് ഊട്ടി യാത്ര ചെയ്തിട്ട് വരാം. വണ്ടി 2 ബ്ലോക്കും ഇതുണ്ടോ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ പ്രത്യേകതയാണ്, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ഒരുമിച്ചായതുകൊണ്ട് തന്നെ പല പല ഗുണങ്ങളുണ്ട്. തിരിച്ച് ഈ റൂട്ടിലൂടെ തന്നെ തിരിച്ചൊന്നുകൂടെ പോവുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് അപ്പുറം എവിടെ എത്തുമെന്ന് ഒന്നറിയണം. അതിന് വേണ്ടി ഞാനിവിടെ ഇട്ട് തിരിക്കാൻ പോവാണ്. വ്യക്തമായിട്ട് കാണാത്തവർക്കൊക്കെയും കാണാവുന്നതാണ്. നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനും പിന്നെ തൊട്ട് ചേർന്നാണ് മെട്രോ സ്റ്റേഷൻ. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏതാ വഴിയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് നോട്ടെ. എന്നാലാണ് ഇപ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മളൊന്ന് പോയി നോട്ടെ. അപ്പുറം അവിടെ ചെന്ന് കയറുന്നു. നോക്കാം അവിടെ ചെന്ന് കയറുന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതുവരേക്കും നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ആ റൂട്ടൊന്ന് കാണണം, റൂട്ടൊന്ന് അറിയണം. അതിനുവേണ്ടി പോയി നോക്കാം. നമ്മുടെ അപ്പുറത്തെ ഇങ്ങോട്ട് പാലം കയറി വരുന്ന ഭാഗത്തായിട്ട് വന്ന് കയറും ഈ വഴി. ബ്ലോക്ക് കുറച്ച് കണക്ട് ചെയ്ത് കയറി പോരാൻ പറ്റുള്ളൂ. പോരാം.